വയനാട് മാനന്തവാടിയിൽ കഴിഞ്ഞ ദിവസം കണ്ട കരടി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. തോണിച്ചാലിലെ വീട്ടിലെ CCTVയിൽ നിന്ന് കരടിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. കമൽ തന്നെയുണ്ട് നമുക്കൊപ്പം. കമൽ, ആനയായി അതുപോലെ കടുവയായി ഇപ്പോൾ ദേ കരടിയും ഇറങ്ങിക്കഴിഞ്ഞു അവിടെ. ഇപ്പൊ ജനവാസ മേഖല തന്നെ ഇപ്പോഴും തുടരുകയാണോ? വനംവകുപ്പിന്റെ തിരച്ചിലൊക്കെ ഏത് വഴിക്ക് പുരോഗമിക്കുന്നു കമൽ അവിടെ? സേതു, ഇന്ന് പകൽ മുഴുവൻ തെരഞ്ഞിട്ടും ഈ കരടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സേതു പറഞ്ഞതുപോലെ തന്നെ ആനയും കടുവയും ഒക്കെ എപ്പോഴും നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. കരടി ഇത്തരത്തിൽ ഇറങ്ങുന്നത് അപൂർവ സംഭവമാണ്. വയനാട്ടിലെ വനമേഖലയിലൊക്കെ കരടിയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കരടി ഇറങ്ങുന്നത് അപൂർവമാണ്. ഇന്നലെ മാനന്തവാടി ടൗണിനടുത്ത് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തൊക്കെ ധാരാളം ആളുകൾ ഈ കരടിയെ കണ്ടു. മിനിഞ്ഞാന്ന് രാത്രിയും കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴേ ഏതാണ്ട് ഇന്ന് രാവിലെ CCTV ദൃശ്യം വരുന്ന സ്ഥലത്തേക്ക് വനത്തിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്ററിലധികം കരടി സഞ്ചരിച്ചു കഴിഞ്ഞു. അതിനടുത്ത് തന്നെ ഇന്ന് പകലും കരടി ഉണ്ട്, ചിലരൊക്കെ കണ്ടു എന്ന് പറഞ്ഞാണ് വനംവകുപ്പ് ആ മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. പക്ഷേ പകൽ സമയത്ത് എവിടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. എന്തായാലും രാത്രിയൊക്കെ പ്രദേശത്ത് ജാഗ്രതയുണ്ടാകും. ഈ തോണിച്ചാൽ എന്ന് പറയുന്നത് വനത്തിൽ നിന്ന് വളരെ അകലെയുള്ള പൂർണ്ണമായും ജനവാസ മേഖലയായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമുണ്ട് രാത്രിയിലൊക്കെ ഈ കരടിയുടെ സാന്നിധ്യം. കരടി, പ്രത്യേകിച്ച് കരടിയുടെ ഒരു സ്വഭാവം, ഈ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ കയറി നിൽക്കും. അത്തരത്തിൽ ആ കെട്ടിടങ്ങളിലെ ഒക്കെ കയറുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് തന്നെ ആളുകളോട് വലിയ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയും എന്തായാലും പ്രദേശത്ത് ജാഗ്രത തുടരും.